നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ തൃശ്ശൂരിലെ BJP പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന കേന്ദ്രമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇരട്ടി മധുരമാണ് പ്രവർത്തകർക്ക് നൽകുന്നത്. വിയ്യൂരിൽ BJP പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി മധുരം വിതരണം ചെയ്യുകയാണ്. തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് അജീഷ് ശശിധരൻ. NDA സർക്കാർ ഡൽഹിയിൽ അധികാരമേൽക്കുന്നു. അതോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഈ ഒരു സമയത്ത് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ വളരെ ആഹ്ലാദത്തിലാണുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ വിയ്യൂരിലെ BJP പ്രവർത്തകർ ഇതിന്റെ സന്തോഷ സൂചകമായി വീടുകൾ കയറി ഇറങ്ങി അവർക്ക് മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം തൃശ്ശൂരിലെ BJP പ്രവർത്തകനായിട്ടുള്ള ജയൻ ചേട്ടനുണ്ട്. നമുക്ക് ചോദിക്കാം. ജയൻ ചേട്ടാ, എന്താണ് നിങ്ങൾ എങ്ങനെയാണ് സന്തോഷം പങ്കിടുന്നത്? നിങ്ങൾക്ക് വീടുകൾ കയറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഓരോ വീടുകളും കയറിയിട്ട് ഞങ്ങൾ ഈ സന്തോഷം പങ്കിടുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് സ്വപ്നങ്ങൾ കാണുകൾ മാത്രമായിരുന്നു. BJPയുടെ ഒരു MP ഉണ്ടാവണം എന്നുള്ള രീതിയിൽ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം ഞങ്ങൾക്ക് സുരേഷ് ഗോപി ചേട്ടൻ സാക്ഷാത്കരിച്ചു തന്നു. ഒപ്പം തന്നെ നമ്മുടെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ ആളുടെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൃശ്ശൂരുകാർ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് വെച്ചാൽ ഞങ്ങൾ ഈ പ്രാവശ്യം അർഹതപ്പെട്ട ആളെയാണ് വിജയിച്ചത്. ഇതിൽ പലപ്പോഴും പല ആളുകളും ഇവിടെ വിജയിച്ചു പോയാലും ഇന്ന് വരെ പിന്നെ അവരെ കാണണമെങ്കിൽ വല്ല ചാനലുകളോ അല്ലെങ്കിൽ വല്ല നാടമുറിക്കലോ ഉദ്ഘാടനങ്ങളോ ഉണ്ടാവണം. അതല്ലാതെ ഒരു MLA ആയാലും ഒരു MP ആയാലും ഒരു മന്ത്രി ആയാലും കാണാറില്ല. പക്ഷേ സുരേഷ് ഗോപി തോറ്റിട്ട് വരെ ഇവിടെ ഞങ്ങൾ ഇഷ്ടപ്പെടാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടപരം പാവങ്ങളെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വളരെ നല്ല നല്ല കാര്യങ്ങൾ ഇന്ന് തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. BJP വോട്ടുകൾ മാത്രം വാങ്ങിയിട്ടല്ലോ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞത് ഈ ഒരു ചോദ്യം നമുക്ക് അറിയാം. കാരണം ഇത് സത്യസന്ധമായിട്ടുള്ള നല്ലൊരു കറക്റ്റായ ചോദ്യമാണ്. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് BJPയുടെ മാത്രം വോട്ടാണ്. നമ്മൾ എല്ലാ വീട്ടിലും കയറുന്നു. അതുകൊണ്ട് ഞാൻ അറിയാം ഞങ്ങൾ ജാതി മത രാഷ്ട്രീയം നോക്കാതെ മാർക്സിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻസിന്റെയും എല്ലാ വീടുകളും കയറി എല്ലാവർക്കും മധുരം കൊടുക്കുന്നു. വീട്ടുകാർക്ക് ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ സ്വീറ്റ്സും അതുപോലെ തന്നെ താങ്ക്സ് കാർഡ് കൊടുക്കുകയാണ്. എങ്ങനെ എത്രമാത്രം സന്തോഷമുണ്ട്? ഈ മണ്ഡലത്തില് സുരേഷ് ഗോപി ജയിച്ചു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു. എങ്ങനെ കാണുന്നു നിങ്ങൾ? എങ്ങനെ? വളരെ സന്തോഷം. ആള് വന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആൾക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉള്ളത്? അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയാണ്. നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരുകാർ സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടു. എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഈ ഇദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ അതുപോലെ ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? ആള് മന്ത്രിയായി കഴിഞ്ഞാൽ തൃശ്ശൂരിന് പല ഗുണങ്ങളും ഉണ്ടാവും. കുറെ ആള് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇപ്പം ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് ചെയ്യാൻ ആൾ തയ്യാറാണ്. ഒരു കാര്യം ഇപ്പോൾ ആൾ പറഞ്ഞായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത്. അതുപോലെ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ പുതിയൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളുണ്ട്. പിന്നെ വെള്ളക്കെട്ടിൻ്റെ കാര്യം, ഒരു മഴ പെയ്ത തൃശ്ശൂർ റൗണ്ടൊക്കെ ഫുള്ള് വെള്ളമാണ് ഇപ്പോൾ. അതൊക്കെ ആൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശക്തൻ സ്റ്റാൻഡ്, അതിൻ്റെ വികസനം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരുകാർ അതീവ സന്തോഷത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ BJP പ്രവർത്തകർ ഈ മധുരം ദാനം ചെയ്യുന്നത്. ഇനി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയ ശേഷം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം വലിയ ആഘോഷങ്ങളാണ് തൃശ്ശൂരിൽ BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ ഉത്സവാന്തരീക്ഷം. പാർട്ടി പ്രവർത്തകർ മധുരം നൽകി വീടുകൾ കയറിയിറങ്ങുന്നു. അജീഷ് ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്.